സിക്സ്ത് ഫ്ലോർ എത്തിയിട്ടും ഡോർ ഓപ്പൺ ആവുന്നില്ല. പക്ഷെ എന്നാലും നല്ല ചൂടായിരുന്നു. ഏകദേശം 15 മിനിറ്റോളമാണ് ശശി തരൂർ MP ലിഫ്റ്റിൽ കുടുങ്ങിയത്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പത്മകുമാർ നമുക്കൊപ്പം ചേരാണ്. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? അല്ല, ഞങ്ങൾ ഈ റോട്ടറിയുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് വരുമായിരുന്നേ. അപ്പോൾ വന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ഈ ലിഫ്റ്റിൽ കയറി നമ്മൾ സിക്സ്ത് ഫ്ലോർ ഓണാക്കി നമ്മൾ സിക്സ്ത് ഫ്ലോറിലോട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. സിക്സ്ത് ഫ്ലോർ എത്തിയിട്ടും ഡോർ ഓപ്പൺ ആവുന്നില്ലായിരുന്നു. അന്നേരം പിന്നെ കുറച്ചൊരു ആശങ്കയായി. കുറേ സമയമൊക്കെ നമ്മൾ തെളിയൊക്കെ നോക്കിയിട്ടും വരുന്നില്ലായിരുന്നു, പിന്നെ ഓപ്പൺ ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ അതിനതിൽ എഞ്ചിനീയേഴ്സിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അത് എടുത്ത് ലിഫ്റ്റിൽ അവരെ വിളിച്ചു. പക്ഷെ അവർ വരുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സിനെയും കൂടെ അറിയിച്ചു. അപ്പോൾ ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ ഇത് ഓപ്പണാക്കി നമ്മളെ ഇങ്ങ് പുറത്തിറക്കി. അകത്ത് വെന്റിലേഷൻ ഉണ്ടായിരുന്നു, കാറ്റൊക്കെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല ചൂടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. എങ്കിൽ ഒരു പെട്ടെന്ന് ആദ്യത്തെ ഒരു അനുഭവമായതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. സാറെന്താ പറഞ്ഞ? അല്ല, സാറിന് വളരെ ഹാപ്പിയായിരുന്നു. സാറ് പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ വളരെ സേഫാണ്, ആരും വിഷമിക്കേണ്ട എന്നുള്ള രീതിയിലായിരുന്നു സാറിൻ്റെ പ്രതികരണം അതിനകത്തിലുണ്ടായിരുന്നത്. എഞ്ചിനീയർമാരെ വിളിച്ചപ്പോൾ എന്തായിരുന്നു അവരൊരു പ്രതികരണം? അല്ല, അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ നമുക്കറിയത്തില്ല അവർ ആരാണെന്ന് അറിയില്ല. എന്തായിരുന്നാലും ഫയർഫോഴ്സ് വന്ന് പെട്ടെന്ന് തന്നെ നമുക്കത് ഓപ്പണാക്കി. അവർ വളരെ ഇതായിട്ട് ഞങ്ങളെ പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങുന്നതെന്നാണ് പറയുന്നത്. അതെ 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 ആശങ്കപ്പെട്ടോ? ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ ഇത്രയും പേര് ഉള്ളതുകൊണ്ട്. പക്ഷെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ചിലപ്പം ഭയന്ന് പോയായിരുന്നു. സാറുണ്ട്, പിന്നെ നമ്മളതൊരു ടീമായിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു പ്രശ്നം അത്ര ഒരു വലിയൊരു പേടി തോന്നിയില്ല. സേഫായി എത്തിയില്ലേ? സേഫായിട്ട് എത്തി. എന്തായാലും 15 മിനിറ്റോളം സാർ അതിനകത്ത് കുടുങ്ങിപ്പോയി. അതിനുശേഷം ഫയർഫോഴ്സ് എത്തിയാണ് അദ്ദേഹത്തെ പുറത്തെടുത്തിരിക്കുന്നത്. രജീഷ് നരിക്കുനി, മീഡിയ 1, തിരുവനന്തപുരം.